എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക, അതാണ് നല്ലത്. അതാ മെയിൻ. നമ്മുടെ മനസ്സ് വേണം അല്ലേ? എന്ത് ജോലിയായാലും നമ്മൾ ഏത് അവസ്ഥയിൽ ഇരുന്നാലും ചെയ്യാൻ പറ്റുമെന്നുള്ള. ഹായ്, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചാത്തന്നൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ഒരു റൂട്ടിലാണ്. ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഒരു ചേട്ടൻ ഇങ്ങനെ ലോട്ടറി വിറ്റ് പോകുന്നു. അപ്പോൾ സാധാരണ ഒരുപാട് പേര് ലോട്ടറി വിൽക്കുന്നുണ്ട്, അപ്പോൾ ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തി ഈ ചേട്ടനെ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തി തരുന്നതെന്ന് വെച്ചാൽ അതിനകത്തൊരു പ്രത്യേകത എന്തോ ഒരു തോന്നി. അതിൽ എന്താണെന്ന് നമുക്ക് ആ ചേട്ടനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. വാ കേട്ടോ. ഇതുണ്ട്, ഇത് പേരെന്ത് ചേട്ടൻ്റെ? ബിനു. ബിനു. എവിടെ വീട്? ഇവിടെ കുമ്മല്ലൂര്. ലോട്ടറി കച്ചവടമാണോ? ആണ്. ഇപ്പൊ എല്ലാം തീർന്നല്ലോ? എന്നെല്ലാം തീർന്നു. പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തീർന്നു. ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ? മുമ്പ് പിന്നെ ബേക്കറിയുടെ പണിയായിരുന്നു. ചേട്ടാ ഇത് ജന്മന അല്ല, 2.5 വയസ്സായിട്ട് പോളിയോ വന്നതാണ്. പോളിയോ വന്ന് ഒരു ഭാഗം മുഴുവൻ അല്ല, കാല് രണ്ടും തളർന്നത്. കൈക്കൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ബേക്കറി സാധനമായിട്ട് കടകളിൽ സെയിൽ ചെയ്യുമായിരുന്നു. ബേക്കറി കടകളിൽ. ഈ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താം. എല്ലാം ചെയ്യായിരുന്നു. മുമ്പോട്ട് പോയില്ലേ? പോയി. ഒരു 10 മാസം മുമ്പ് പിന്നെ എന്തൊരു വന്നു, പോളിയോ അല്ല, സ്ട്രോക്ക് വന്നു. അപ്പം അങ്ങനെ പിന്നെ ഇപ്പം ഈ ലോട്ടറിയുടെ തുടങ്ങിയത്. കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടം നല്ല നടക്കുന്നു. ഒരു മഴയാണെങ്കിൽ പാടാണ്. നമ്മുടെ കയ്യിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അപ്പോ ചിലപ്പം വന്നിട്ടുണ്ടാകും 3000-ന്റെ കൈനഷ്ടം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മ, പിന്നെ പപ്പ മരിച്ചുപോയി, പിന്നെ ഭാര്യ, 2 മക്കളാണ്. അവർക്കൊക്കെ ജോലി ഇല്ല. ഭാര്യക്ക് ഇപ്പം തൊഴിലുറപ്പിന് പോകും. മുട്ട് രണ്ടും പിന്നെ മാറി വെച്ച്. പിന്നെ ഭാര്യ, പിന്നെ 2 മക്കള്, അമ്മ, പപ്പ മരിച്ചുപോയി. നമ്മൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും അല്ലേ, നമ്മൾ സ്വന്തമായിട്ട് തന്നെ തൊഴിൽ ചെയ്ത് അല്ലേ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇതുപോലെ വയ്യാന്ന് പറഞ്ഞ് അതുപോലെ ജോലി എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക, അതാണ് നല്ലത്. അതാ മെയിൻ. നമ്മുടെ മനസ്സ് വേണം അല്ലേ? എന്ത് ജോലിയായാലും നമ്മൾ ഏത് അവസ്ഥയിൽ ഇരുന്നാലും ചെയ്യാൻ പറ്റുമെന്നുള്ള. അപ്പൊ ചേട്ടനെ ഇതുവഴി എവിടെ വന്നാലും കാണാൻ പറ്റും ആൾക്കാർക്ക് ഈ ലോട്ടറി എടുക്കാനൊക്കെ? ഇവിടെ കുമ്മല്ലൂര്, കുമ്മല്ലൂർ, അതായത് ചാത്തന്നൂരിന്ന് ആ ഭാഗത്ത് എപ്പോഴും ഉണ്ടാവും. കുമ്മല്ലൂര്. രാവിലെ എപ്പോ തൊട്ട് ഇറങ്ങും? രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോ ഇറങ്ങും. വീട്ടിൽ തീർന്നിട്ടേ പോകത്തു? വീട്ടിൽ തീർന്നിട്ടേ പോകും. ചില ദിവസം താമസിക്കും, 2-3 മണിയൊക്കെ ആവും. പ്രൈസ് ഒക്കെ അടിച്ച ആൾക്കാരൊക്കെ പ്രൈസ് ഒക്കെ അടിക്കുകയാണെങ്കിൽ വെട്ടം തീരും. ആൾക്കാരെ കൊണ്ട് തന്നിട്ടുണ്ടോ? അപ്പൊ ഈ ചാത്തന്നൂർ കുമ്മല്ലൂർ ഭാഗത്തൂടെ ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ചേട്ടൻ ഈ ഭാഗത്തൊക്കെ ഇരുന്ന് ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ഇവിടെ ഇറങ്ങി ഇങ്ങനെയുള്ള ആളുകളെ കാണുകയാണെങ്കിൽ തീർച്ചയായും ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കണം. അത് അവർക്കൊരു വരുമാനവും ഒക്കെയാണ്. ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ